അമ്മ പറഞ്ഞത് കേട്ടല്ലോ. ആ ചിത്രഭാനു തമ്പുരാനൊക്കെ നല്ല ദേഷ്യമുണ്ട്. ദുഷ്ടനാ, എന്തെങ്കിലും ചെയ്യാനും മടിക്കില്ല. ഞാനും അത് പറഞ്ഞു വേദക്കുട്ടി. എനിക്ക് നല്ല പേടിയുണ്ട്. ദേശമംഗലത്തമ്മയോട് പ്രാർത്ഥിച്ചാ മതി അമ്മേ. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ മല്ലിയമ്മേ. സൂക്ഷിച്ചു പോണേ മക്കളെ. വാ. യോഗിനിയമ്മ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ കുഞ്ഞിപ്പെണ്ണെ. എപ്പോഴും നമ്മളെ മുമ്പിൽ വരുന്നതല്ലേ. ഇപ്പൊ കണ്ടോ, ഒരു സംശയം ചോദിക്കാന്ന് വെച്ചാ കാണൂല്ല. നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ആ നോക്കാം. യോഗിനിയമ്മേ, 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 യോഗിനിയമ്മേ. എന്താ കുട്ടികളെ? യോഗിനിയമ്മ എവിടെയായിരുന്നു? ദൂരെ. ദൂരെ നിന്നതാണെങ്കിൽ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഞങ്ങളടുത്തെത്തിയത്? കുഞ്ഞിപ്പെണ്ണും വേദക്കുട്ടിയും വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? നമ്മളൊരു സംശയം ചോദിക്കാനാ യോഗിനിയമ്മ വിളിച്ചത്. കുഞ്ഞിപ്പെണ്ണിന്റെ സംശയങ്ങളൊക്കെ വേദക്കുട്ടി തീർത്തു കൊടുക്കുന്നതാണല്ലോ. എന്നിട്ടെന്തേ ഒരു സംശയം ബാക്കി? കുഞ്ഞിപ്പെണ്ണെ ചോദിക്ക്. അത് യോഗിനിയമ്മേ. യോഗിനിയമ്മ തന്നെയല്ലേ അന്ന് അമ്പലത്തിൽ വന്നത്? എപ്പോൾ? തറവാട്ടമ്മയായിട്ട്. അന്ന് അമ്പലത്തില് പൊങ്കാല നടത്തിയില്ലേ? ഇല്ലല്ലോ. നോണ, യോഗിനിയമ്മ തന്നെയാ. രണ്ടുപേരുടെയും മുഖം ഒരുപോലെ തന്നെയായിരുന്നു. കുഞ്ഞിപ്പെണ്ണ് എന്താ പറയുന്നതെന്നറിയോ? ആ വന്ന യോഗിനിയമ്മയാണ്, ഈ നിൽക്കുന്നതും യോഗിനിയമ്മയാണ്. അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ ദൈവങ്ങൾക്കല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ ദൈവമാണെന്നാണോ സംശയം? സംശയം ഞാൻ തീർത്തു തരാം. വരൂ, ഇരിക്കൂ. എന്താണ് ദൈവം? ദേവി. വേദക്കുട്ടി പറയൂ, എന്താണ് ദൈവം? ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി. അതും ഒരു ഉത്തരമാണ്. പക്ഷേ നമ്മൾ കാണുന്ന ദൈവത്തെ കുറിച്ചല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ എങ്ങനെയാ പറഞ്ഞു തരേണ്ടത്? വേദക്കുട്ടിയും കുഞ്ഞിയും തമ്മിൽ എങ്ങനെയാ പരിചയപ്പെട്ടത്? ഞാൻ മലമുകളിൽ നിന്ന് വീണു. അപ്പോ കുഞ്ഞിപ്പെണ്ണ് വന്ന് രക്ഷിച്ചു. വേദക്കുട്ടി മലമുകളിൽ നിന്ന് വീഴുന്നത് കണ്ടപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് എന്താ തോന്നിയത്? സങ്കടം. അപ്പോൾ ആ സങ്കടത്തിന്റെ പേരാണ് ദൈവം. എന്നിട്ട് കുഞ്ഞിപ്പെണ്ണ് എന്താണ് ചെയ്തത്? ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വന്നു. എന്നിട്ട് ഞാനും അമ്മയും കൂടി വേദക്കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയി. എന്നിട്ട് അമ്മയും കരഞ്ഞു, ഞാനും കരഞ്ഞു. ആ കരച്ചിലിന്റെ പേരാണ് ദൈവം. എന്നിട്ട് വേദക്കുട്ടി കണ്ണു തുറന്നപ്പോൾ കുഞ്ഞിയോടും അമ്മയോടും എന്താണ് പറഞ്ഞത്? രണ്ടാളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്. ആ ഇഷ്ടത്തിന്റെ പേരാണ് ദൈവം. നമുക്ക് മറ്റൊരാളോട് തോന്നുന്ന കാരുണ്യം, അയാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന നന്മ, അയാളിൽ നിന്ന് പ്രതിഫലമായി കിട്ടുന്നതെന്തോ അത് തന്നെയാണ് ദൈവം. അപ്പോൾ ദൈവത്തിന് ഒരുപാട് രൂപങ്ങളുണ്ട്. അത് നമ്മൾ തന്നെ കണ്ടെത്തണമെന്ന് മാത്രം. അപ്പൊ യോഗിനിയമ്മ ദൈവമാണോ? കുഞ്ഞിപ്പെണ്ണും ദൈവമാണ്.
നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന എല്ലാവരും ദൈവമാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. കുഞ്ഞിപ്പെണ്ണെ, നിന്റെ സംശയം മാറിയോ? ബാക്കി വേദക്കുട്ടി പറഞ്ഞു തന്നാ മതി. അയ്യോ, സമയം പോയി. എനിക്ക് ഗുരുകുലത്തിലെത്തണം. അതിനെന്താ, പൊയ്ക്കോളൂ. ഇനി എപ്പോഴാ യോഗിനിയമ്മയെ കാണാൻ പറ്റുന്നത്? കാണണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ വിളിച്ചാൽ മതി. നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട കുട്ടികളല്ലേ. എവിടെയായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തില്ലേ? യോഗിനിയമ്മയുടെ കഥ പറയുമ്പോ ഗുരുനാഥനും ഗുരുപുത്രയൊക്കെ പറയുന്നത് ദൈവത്തിന്റെ ഏതോ ഒരു അവതാരമാണെന്നാ. ദൈവത്തിന്റെ അവതാരങ്ങളോട് കൂട്ടുകൂടുന്നത് ഭാഗ്യമാണെന്നും പറഞ്ഞു. നിങ്ങളോട് കൂട്ടുകൂടുന്നത് യോഗിനി അമ്മയുടെയും ഭാഗ്യമാണ്. കുഞ്ഞുങ്ങളും ദൈവമാണ്. കുഞ്ഞുപെണ്ണെ, ഇനി വീട്ടിലേക്ക് പോയിക്കോ. സാരില്ല, വേദക്കുട്ടിയുടെ കൂടെ കുറച്ചു ദൂരം കൂടെ നടന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. അപ്പൊ കുഞ്ഞുപെണ്ണ് തനിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വരും. വേദക്കുട്ടി എന്നും തനിച്ച് തന്നെയല്ലേ വീട്ടിലേക്ക് പോകുന്നത്? ഞാൻ നിത്യേന പോകുന്ന വഴിയല്ലേ. എനിക്കിപ്പോ പേടിയില്ലല്ലോ. യോഗിനിയമ്മ പറഞ്ഞത് പേടിക്കേണ്ട ഒരു കാര്യമില്ലെന്നല്ലേ. നമ്മളൊക്കെ കുഞ്ഞുങ്ങളല്ലേ. കുഞ്ഞുങ്ങളെല്ലാം ദൈവങ്ങളല്ലേ. ദൈവങ്ങൾ എന്തിനാ പേടിക്കുന്നേന്ന്. കുഞ്ഞുപെണ്ണെ, ആരായി നടന്നു വരുന്നേന്ന് കണ്ടോ? അതാ വർണ്ണക്കുട്ടി. വേദക്കുട്ടിയുടെ കൂടെ പഠിക്കുന്ന കുട്ടിയല്ലേ? എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരൂ. അതിനെന്താ, വാ. അവിടെ നിൽക്കൂ. വഴിന്ന് മാറാൻ പറയൂ, എനിക്ക് പോണം. കുഞ്ഞുപെണ്ണ് പാവമാണ് വർണ്ണമോളെ. അയിത്തൊന്നുമില്ല. ഞാൻ കൈ പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ? നീ കൈ പിടിച്ചൊന്ന് വെച്ച് അയിത്തം പോവോ? ആളുകൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല വർണ്ണമോളെ. ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടല്ലേ, നമ്മുടെ പ്രവർത്തികളാണ് നമ്മുടെ നന്മയും തിന്മയും തീരുമാനിക്കുന്നത്. അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. വഴിന്ന് മാറി നിൽക്കൂ കുട്ടി. മാറാനല്ലേ പറഞ്ഞത്? വർണ്ണമോള് രാജകുമാരിയല്ലേ. ഞാൻ ഒരു രാജകുമാരിയെ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. ഞാനൊന്ന് തൊട്ടോട്ടെ. മാറ്. ആ ആ ആ നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? ക്ഷേത്രത്തിലെ പൊങ്കാല കഴിച്ചപ്പോ നിനക്ക് അഹങ്കാരം വന്നല്ലേ? എന്നാൽ ഇപ്പോ തന്നെ ഞാൻ കൊട്ടാരത്തിൽ പോയി അച്ഛൻ തമ്പനോട് പറഞ്ഞേക്കാം. അയ്യോ വേണ്ട വർണ്ണമോളെ, അച്ഛൻ തമ്പുരാനോടൊന്നും പറയണ്ട. നീയാ ഇവളുടെ അഹങ്കാരത്തിന് കൂട്ടു നിൽക്കുന്നത്. ഇവൾക്കും ഇവളുടെ അമ്മയ്ക്കും മാത്രമല്ല, നിനക്ക് നിന്റെ അച്ഛനെ ശിക്ഷ വാങ്ങി തരുന്നുണ്ട്. വർണ്ണമോളെ പറയുന്ന കേക്ക്. വേദക്കുട്ടി, ഞാൻ കാരണം വേദക്കുട്ടിക്കും പ്രശ്നമായോ? സാരമില്ല. വേദക്കുട്ടിയെ പോലെയല്ല. എന്തൊരു അഹങ്കാരമാണ് കുട്ടിക്ക്. അങ്ങനെയൊന്നും പറയണ്ട. അവൾ കൊട്ടാരത്തിലെ കുട്ടിയല്ലേ. യോഗിനിയമ്മ പറഞ്ഞ തെറ്റാണ്. കുട്ടികൾ ദൈവങ്ങളാണെന്നല്ലേ പറഞ്ഞത്. വർണ്ണമോളെന്താ ഇങ്ങനെ? കുട്ടികളിൽ ചെറുത്താന്മാരും ഉണ്ട്. കുഞ്ഞുപെണ്ണിന് വേദനിച്ചോ? സാരമില്ല. എന്നാ കുഞ്ഞുപെണ്ണ് പൊയ്ക്കോ. ഞാൻ ഈ കാര്യം അച്ഛൻ തിരുമേനോട് പറഞ്ഞിട്ട് ഗുരുകുലത്തിലേക്ക് പൊക്കോളാം. അച്ഛൻ തിരുമേനി ദേഷ്യപ്പെടൂ? ഒട്ടും ദേഷ്യപ്പെടില്ല. കുഞ്ഞുപെണ്ണിനെ അച്ഛൻ തിരുമേനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്നാ കുഞ്ഞി പോയിക്കോ. ഇതാരാ വർണ്ണക്കുട്ടി? എന്റെ വല്യമ്മയാണ്, സുകന്യ തമ്പുരാട്ടി. ഓ, കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. വരൂ, ഗുരുകുലത്തിലേക്ക് പോകാം. സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ. കുട്ടിയുടെ അച്ഛനെവിടെ? ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. ആദ്യം ഗുരുനാഥൻ കുട്ടികളെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് അറിയണമല്ലോ. എന്താ കാര്യം? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ ആവശ്യമുള്ളതാണ് അവരെ പഠിപ്പിക്കേണ്ടത്. വർണ്ണമോള് അങ്ങനെ പരാതി എന്തെങ്കിലും പറഞ്ഞോ? വർണ്ണമോളെ കുറിച്ചല്ല പറഞ്ഞത്. കൂടെ വേറൊരുത്തിയുണ്ടല്ലോ, പൂജാരിയുടെ മകള്. നോക്കൂ, കുഞ്ഞുങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി നല്ല ഭാഷ ഉപയോഗിക്കാം. എനിക്കത് വഴങ്ങില്ലാന്ന് കൂട്ടിക്കോളൂ. ആ പൂജാരിയുടെ മകളുണ്ടല്ലോ, ഏത് സമയവും ഒരു കാട്ടുവാസി പെണ്ണിന്റെ കൂടെ നടക്കുകയാണ്. അതറിയുന്നുണ്ടോ നീയെ? കുഞ്ഞുങ്ങളല്ലേ, അവരങ്ങനെ വ്യത്യാസം കാണിക്കില്ലല്ലോ. മുതിർന്നവരുടെ മനസ്സിലല്ലേ വേർതിരിവുകളെല്ലാം. എന്നാ കുട്ടി മുതിർന്നതല്ലേ? എങ്കിൽ പറയൂ.
തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ അവസാനിച്ചോ? ആ കാട്ടുവാസി പെണ്ണിന്ന് എന്താ കാണിച്ചെന്നറിയോ? വർണ്ണമോളെ തൊട്ടു. വർണ്ണമോള് ദേശമംഗലത്തെ രാജകുമാരിയാണ്. അവളെ ഒരാളും തൊടാൻ പാടില്ല. തൊട്ടുകൂടായ്മ ചെയ്തത് ആ പൂജാരിയുടെ മകളാ. ഇത്രേ ഉള്ളൂ. വർണ്ണമോൾക്കത് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ. ആ, എത്ര നിസ്സാരമായിട്ടാ നീ ഇത് പറയുന്നത്. അപ്പോൾ പിന്നെ സംശയിക്കണ്ട, എല്ലാം പഠിപ്പിച്ചു വിടുന്നത് നീ തന്നെയാണ്. വർണ്ണമോളെ ഇനി നിങ്ങളുടെ അടുത്ത് പഠിപ്പിക്കണോന്ന് ഞാൻ ചെന്ന് അനുജൻ തമ്പുരാനോടും അനുജത്തിയോടും ഒന്ന് ചോദിക്കട്ടെ. ഗുരുകുലങ്ങൾക്ക് കുറവൊന്നുമില്ലല്ലോ ഈ നാട്ടിൽ. അച്ഛനും മകളും ജീവിക്കുന്നത് കൊട്ടാരത്തിൽ നിന്നുള്ള ഭിക്ഷ കൊണ്ടാണെന്ന് മറക്കരുത്. ഭിക്ഷ തെറ്റായൊരു വാക്കാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എത്രയോ ആചാര്യന്മാർ എത്രയോ വീട്ടിൽ നിന്നും ഭിക്ഷ എടുക്കുന്നു. പക്ഷേ വർണ്ണമോളെ പഠിപ്പിക്കുന്നതിന് കൊട്ടാരക്കെട്ടിൽ നിന്നും ഞങ്ങൾക്ക് തരുന്നത് ഭിക്ഷയല്ല. അതിന് വേണമെങ്കിൽ നല്ല പേരിട്ട് ദക്ഷിണയെന്നോ കുറച്ച് കുറവായി കൂലിയെന്നോ പറയാം. രണ്ടായാലും മുടങ്ങിയാൽ തീരുമല്ലോ അച്ഛന്റെ മോളുടെ അഹങ്കാരം. ആഹാ, വന്നല്ലോ കാട്ടുവാസിയുടെ കൂട്ടുകാരി. അച്ഛൻ തിരുമേനി ദേശമംഗലത്തമ്മയുടെ പൂജാരിയാണെങ്കിൽ ക്ഷേത്രത്തിലെ അതിന് വിലയുള്ളൂ. നാട്ടിൽ വില തമ്പുരാനാണ്. ആ കാട്ടുപെണ്ണ് വർണ്ണയെ തൊട്ടപ്പോ നീ എന്താ തടയാതിരുന്നത്? എന്താടി നിന്റെ നാമത്തിൽ പോയോ? കുഞ്ഞിനെ നോവിക്കരുത്, അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എന്താ നീ എന്നെ തല്ലോ? ഒരു കാര്യം നീ ഓർത്തോളൂ, ഇത്തരം ശീലങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അധികകാലം നീണ്ടു നിൽക്കില്ല. ഗുരുവായാലും ശരി, ഗുരുപുത്രിയായാലും ശരി, വർണ്ണമോളെ തമ്പുരാട്ടിയായിട്ട് തന്നെ കാണണം. ഇവിടെ കാൽക്കൽ കിടക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളൂ. മനസ്സിലായോ? വാ മോളെ, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടടി. കുഞ്ഞിപ്പെണ്ണ് തമ്പുരാട്ട് കുട്ടികളൊന്നും അടുത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ടാ പെട്ടെന്ന് കണ്ടപ്പോ തൊട്ടുപോയത്. അത് സാരമില്ല. ആരോടും അകൽച്ചയില്ലാത്ത മോളുടെ മനസ്സും അകറ്റാൻ മാത്രം അറിയുന്നവരുടെ മനസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാലും കുഞ്ഞിപ്പെണ്ണോട് ഇത്തരം ആളുകളോട് അല്പം അകലം പാലിച്ചോളാൻ പറയൂ. അത് ഐത്യത്തിന്റെ പേരിലൊന്നുമല്ല. ഇത്തരം ആളുകളോട് കൂട്ടുകൂടുന്നത് നമുക്കും ദോഷമായതുകൊണ്ടാണ്. ഒരുപാട് ചീത്ത പറഞ്ഞോ? ചേച്ചിക്ക് വിഷമമായോ? ഇല്ല. മോശം വാക്കുപയോഗിക്കുന്നവർ സ്വയം മോശമാവുകയാണ് ചെയ്യുന്നത്. അത് അടുത്ത് നിൽക്കുന്ന ആളെ വേദനിപ്പിക്കും എന്നുള്ളത് അവരുടെ വിഡ്ഢിത്തമാണ്. വർണ്ണ ഇന്നെന്തായാലും വരവുണ്ടാവില്ലെന്ന് തോന്നുന്നു. കുഞ്ഞി അടങ്ങി നടക്കുമോ? അടങ്ങി നടക്കുകയല്ലേ അമ്മേ? ഇവിടെ ഒന്നും ആരുമില്ലല്ലോ. പിന്നെന്താ? എനിക്ക് ശരിക്കും തുള്ളിച്ചാടാൻ തോന്നുന്നുണ്ട്. എന്തായാലും അത്രയൊന്നും വേണ്ട, അത് ആരെങ്കിലും കണ്ടാ മതി. ആ സ്ത്രീയെ നിനക്ക് എങ്ങനെയാടി പരിചയം? ആരെ? വലിയ വിനയൊന്നും നീ കാണിക്കണ്ട. ദേശമംഗലത്തമ്മയുടെ നടയിലിരുന്ന് പൊങ്കാല കഴിച്ചവളല്ലേ നീ? അപ്പോ ഈ ദേശത്തെ പ്രധാനപ്പെട്ടവർക്കൊപ്പമെത്തി അമ്മയും മോളും. വിത്ത് ചോദിച്ചു വന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവരും നീയും നിന്റെ മോളും ഒത്തുകളിച്ചതല്ലേ? അവരോട് കൃത്യസമയത്ത് ക്ഷേത്രത്തിൽ വരാൻ നീ ആവശ്യപ്പെട്ടതല്ലേ? തമ്പ്രാനെ, അടിയൻ അറിയില്ല. അറിയില്ല? ആകാശത്തുനിന്ന് പൊട്ടി വീണതുപോലെ അവരിവിടെ വന്നതിന് ഉത്തരമില്ല. നിനക്കും നിന്റെ മകൾക്കും നിഷേധിച്ച പൊങ്കാല നടത്തണമെന്ന് അവരാവശ്യപ്പെട്ടതിന് ഉത്തരമില്ല. ഒത്തുകളി നടന്നത് ക്ഷേത്ര നടയിലാണ്. ദേശമംഗലത്തെ തമ്പുരാക്കന്മാരുടെ മുമ്പിലാണ്. അല്ല, ചിത്രഭാനുവിനെ ജയിച്ചു എന്ന തോന്നല് നിന്റെ മനസ്സിലുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അടിയൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ദേശമംഗലത്തെ ശിക്ഷാവിധികളെ കുറിച്ച് കേട്ടറിവുണ്ടോ? നാം ഒരൊറ്റ തീരുമാനമെടുത്താൽ അമ്മയും മകളും ഇരുട്ടറയിലായിരിക്കും. വേറൊരു ഇരുട്ടറയല്ല, കാലുകൾ നിലത്ത് കുത്താൻ പോലും പറ്റാത്ത വിധത്തിൽ മുള്ളുകൾ പാകിയ ഇരുട്ടറ. നിന്റെ മകൾക്ക് വിശന്ന് ഒരു തുണ്ട് ഭക്ഷണം പോലും കിട്ടില്ല. കരയും. എന്നിട്ട് നിന്റെ കണ്ണീര് നക്കി നക്കി കുടിക്കും. കുറെ കഴിയുമ്പോ നിന്റെ കണ്ണീരും പറ്റും. അപ്പോഴും നിന്റെ മോക്ക് വിശക്കും.
അപ്പൊ നിന്റെ മോള് നിന്റെ ഞരമ്പ് വലിച്ചു പറിച്ച് ചോര കുടിക്കും. നിവർത്തിയില്ലാതാകുമ്പോ നീ ഇവളെ അങ്ങനെ ചെയ്യും. എന്നിട്ട് പരസ്പരം മാന്തി കീറി എല്ലും മാംസമൊക്കെ ചിതറി ചീഞ്ഞ് പുഴുത്തു കിടക്കും, ഇരുട്ടറയും. ഭരണം അനുജൻ തമ്പുരാന്റെ കയ്യിലാണെങ്കിലും ശിക്ഷാവിധിക്ക് ചിത്രഭാനുവിന്റെ ഒരു കൽപ്പന മതി. സൂക്ഷിച്ചോ അമ്മയും മോളും. സൂര്യവെളിച്ചത്തിൽ പുറത്തിറങ്ങി നടക്കണ്ട. നീയും നിന്റെ മകളും പുറത്തിറങ്ങി നടക്കുന്നതേ ചിത്രഭാനുവിന് അപമാനമാണ്, അപമാനം. ഇനി ഒരിക്കൽ കണ്ണിന് നേരെ കണ്ട ആ കൽപ്പന ഞാൻ നടത്തും, കേട്ടോടി. കുഞ്ഞി കുഞ്ഞി മിണ്ടാതിരിക്കും. കുഞ്ഞി കുഞ്ഞു മിണ്ടാണ്ടിരിക്കും. അങ്ങനെ തന്നെ വേണം. വേണ്ട മോളെ, പരിഹസിച്ച് ചിരിക്കണ്ട. നമ്മൾ ചെയ്തെന്നേ കരുതൂ. വാ നമുക്ക് പോവാം. വാ. തിരുമേനി, ചിത്രഭാനു തമ്പുരാൻ ഇന്നിങ്ങോട്ട് കണ്ടതേയില്ല. കാരണം എന്താണെന്ന് അറിയില്ല. എത്തേണ്ടതാണ്. കാരണം വിശേഷിച്ചൊന്നുമില്ല. സേവകന്മാർ ഒരുപാടുണ്ടല്ലോ വിശേഷങ്ങൾ കൃത്യമായി എത്തിക്കാൻ. ക്ഷേത്ര ദർശനത്തിന് ഇന്ന് സ്ത്രീകൾ കുറവാണല്ലോ. അപ്പൊ പിന്നെ മേനി പ്രദർശിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അരുത്, അങ്ങനെ ഒന്നും പരിഹസിക്കരുത്. നാട് വാഴുന്ന തമ്പുരാന്റെ ജ്യേഷ്ഠനാണ്. സ്ഥാനം എന്തായാലും എന്താ, ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുമ്പില് നിസ്സാരനായി പോയില്ലേ? ചിലപ്പോ അതിന്റെ പേരില് ചിത്രഭാനു തമ്പുരാൻ നാട് വിട്ടു പോയോന്നൊരു സംശയമുണ്ട്. തമാശ തമാശ എന്താ, നാം കൂടെ കേക്കട്ടെ. അല്ല തമ്പുരാൻ, നമ്മള് വെറുതെ ഒരാൾ കൺമുൻപിൽ വന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിക്കുമ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറയുന്നത് എന്താ ചിത്രാംഗതം നമ്പൂതിരിപ്പാടെ അതിന്റെ അർത്ഥം? വന്നവരെ പറ്റിയാണോ? അതായത് പറഞ്ഞതും ചിരിച്ചതും നമ്മെ കുറിച്ച് അല്ല തമ്പുരാൻ. അസത്യം പറഞ്ഞ നാവ് പിഴുതെടുക്കും. എന്തു പറ്റി തമ്പുരാൻ? ആരോ വിരോധികൾ വഴിയിലൊരു കള്ളക്കുഴി ഉണ്ടാക്കിയിരുന്നു. ഒന്ന് വീണു. പക്ഷേ കള്ളക്കുഴി കുഴിച്ചവൻ ആരായാലും അവൻ രക്ഷപ്പെടാൻ പോണില്ല. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ തന്നെയാണ് തീരുമാനം. കൂട്ടമായിട്ട് നിന്ന് പരിഹസിക്കുമ്പോ ഒട്ടും വിട്ടുവീഴ്ച പാടില്ല. അപ്പോഴേ നിങ്ങൾക്കൊക്കെ സമ്മാനം തരുമ്പോ ഒട്ടും വിട്ടുവീഴ്ച കാണിക്കാതിരിക്കാൻ പറ്റൂ. താമസിക്കണ ഭൂമി കരൊഴിവാക്കി തരണോന്ന് പറഞ്ഞ് തമ്പുരാന്റെ മുമ്പിൽ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടാ. വാ നടത്താം, നടന്നു തരാം. വാ. ഈ കടച്ചിലും വേദനയും നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയാവും. പക്ഷെ വേദന ഈ ചിരിച്ചവരെ ചിത്രഭാനു മറക്കണമെങ്കിൽ ആയുസ് മുഴുവൻ തീരേണ്ടി വരും. സഭ നടക്കട്ടെ തിരുമേനി. തിരുമേനിയാണ് അതിന്റെ നേതൃത്വം എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ശ്രീകോവിലിൽ തിരുമേനി വലുതാ. പക്ഷെ ചിത്രഭാനുവിന് മുമ്പിൽ വെറും തൃണം. മനസ്സിലാക്കിക്കോ. കണ്ടോ, അവസാനം കുറ്റം മുഴുവൻ എന്റെ തലയിൽ. കള്ളക്കുഴി കുഴിച്ചത് ആരാണെന്നറിയില്ല. പക്ഷെ ഏതായാലും രാജസ്നേഹിയ നാടിന് ഇത്രയും കുഴപ്പമുണ്ടാക്കുന്ന ഒരാളെ വീഴ്ത്തിയല്ലോ. പൊന്നുതമ്പുരാൻ കുറച്ചു ദിവസം കൊട്ടാരത്തിൽ തന്നെ ഇരുന്നാ മതിയായിരുന്നു.
നടത്തം കണ്ടിട്ട് പെട്ടെന്നൊന്നും സുഖമാവണ ലക്ഷണമില്ല. ദേവി മഹാമായുടെ മുന്നിൽ വേഷം കിട്ടുന്നതിനെ ദേവി തന്നെ കൊടുത്ത ശിഷ്യമായിരിക്കും അല്ലേ തിരുമേനി? അറിയില്ല. അദ്ദേഹത്തിന് സുഖം വരട്ടെ. ഇത്രയും വേദന ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ക്ഷേത്രത്തിൽ പോണ്ട കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ആര് നോക്കും? പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ അവളുടെ അമ്മയും കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴല്ലേ കള്ളക്കുഴി വീണത്. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയാം. എന്ത് കാരണം? നിലത്ത് നോക്കിയിട്ടുണ്ടാവില്ല. ആ കുഞ്ഞിപ്പെണ്ണിന്റെ അമ്മയുടെ ദേഹത്ത് തന്നെ ആയിരിക്കണം കണ്ണ്. സുകന്യേ, അവര് നമ്മുടെ ശത്രുക്കളാ. ഇതിനു മുമ്പ് താമസിച്ചിരുന്ന ദേശത്തും ചില ശത്രുക്കൾ ഉണ്ടായിരുന്നു. അവരോടൊക്കെ എന്തു മനോഭാവമായിരുന്നു എന്ന് ഞാൻ കണ്ടിട്ടുള്ളതാ. അത് മറക്കണ്ട. വല്യച്ഛ, എന്ത് പറ്റി വല്യച്ഛ? വഴിയിൽ ആരോ കള്ളക്കുഴി വെച്ചു. അതിൽ കൂർത്ത മുള്ളുകളും ഉണ്ടായിരുന്നു. വല്യച്ഛനാ അതിൽ വീണത്. വർണ്ണമോളെ, ഏത് മുള്ള കുഴിയിലിട്ടിരുന്നത്? അത് കുഞ്ഞിനോട് ചോദിച്ചിട്ട് എങ്ങനെയാ? കുഞ്ഞിനെന്തറിയാ? കുഞ്ഞു തന്നെ അത് ഉണ്ടാക്കി വെച്ചത്. കുഞ്ഞിപ്പെണ്ണിന്റെ അമ്മയെ വീഴ്ത്താനായി ഞാൻ കുഴിച്ചു വെച്ചതാ. ആരെങ്കിലും പറഞ്ഞ വല്യച്ഛനോട് ആ കുഴി പോയി ചാടാൻ? അനുജൻ തമ്പുരാന്റെ മകളായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ഞാൻ. ഏതായാലും ഒരു കാര്യം ചെയ്യാം, വൈദ്യരെ ഒന്ന് വിളിക്കാം. വിഷമുള്ളുകൾ എന്തെങ്കിലും ആണെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്കറിയില്ലല്ലോ. കാലി കേറിയ മുള്ളല്ല സുകന്യെ, മനസ്സിൽ തറഞ്ഞു കയറിയത് ആ മല്ലിയുടെ മോളുടെ ചിരിയ.